10 വയസ്സിന് മുൻപ് തന്നെ ഈ ലഹരി വസ്തുക്കളെക്കുറിച്ചൊരു ചർച്ച വരണം. എങ്ങനെയാണ് ചർച്ച വരുന്നത്? എന്തുകൊണ്ട് ഈ ലഹരി വസ്തുവിൻ്റെ ഉപയോഗം അനാരോഗ്യകരമാകുന്നു എന്ന തരത്തിലാണ്. അപ്പോൾ ലഹരി വസ്തുക്കളുടെ ഉപയോഗം തലച്ചോറിലെ രാസവസ്തുക്കളുടെ അളവിന് വ്യതിയാനം വരുത്തുകയും ഒരു അടിമത്തം സൃഷ്ടിക്കുകയും വീണ്ടും തുടർച്ചയായ ഉപയോഗം തലച്ചോറിലെ ചില രാസവസ്തുക്കളുടെ അളവ് ക്രമാതീതമായി വർദ്ധിക്കാനും അത് മാനസിക രോഗങ്ങൾക്ക് കാരണമാകാനും സാധ്യതയുണ്ട് എന്ന ഒരു യാഥാർത്ഥ്യം 10 വയസ്സിന് മുൻപേ തന്നെ കുട്ടികൾക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കാം. ലഹരി വസ്തുക്കൾ ഉപയോഗിച്ച് അപകടത്തിലേക്ക് പോയ ഏതെങ്കിലും പരിചയമുള്ള വ്യക്തികളുടെ അനുഭവകഥകൾ വളരെ ഗ്രാഫിക്കായിട്ട് കുട്ടികളോട് പറഞ്ഞു കൊടുക്കുന്നത് ഒരു 10 വയസ്സിന് മുൻപൊക്കെയുള്ള അത്തരം കാര്യങ്ങൾ തലച്ചോറിൽ ശക്തമായ സ്വാധീനമായിട്ട് നിൽക്കാനുള്ള സാധ്യതയുണ്ട്. ഇനി എപ്പോഴെങ്കിലും നമ്മുടെ കുട്ടി ലഹരി വസ്തു ഉപയോഗിച്ചു എന്ന് അറിഞ്ഞാൽ എന്താണ് രക്ഷിതാവ് ചെയ്യേണ്ടത്? ഒരു അമിതമായ എടുത്തുചാടിയുള്ളൊരു ഒരു പ്രതികരണമല്ല വേണ്ടത്. സമാധാനപരമായിട്ട് ഏത് സാഹചര്യത്തിലാണ് അവൻ ലഹരി ഉപയോഗിക്കാൻ കാരണമായതെന്ന് സ്നേഹപൂർവ്വം അന്വേഷിച്ചറിയുക. ഒരിക്കൽ കൂടെ അത് എന്തുകൊണ്ടൊരു അനാരോഗ്യകരമായ തീരുമാനമാണ് എന്നവനെ ബോധ്യപ്പെടുത്തുക.